ഒരിക്കൽ നിങ്ങളെ ചതിച്ചവർ 1000 തവണ നിങ്ങളെ ചതിക്കും. ഉപ്പുവെള്ളം ആണെന്ന് മനസ്സിലാക്കാൻ കടൽ മുഴുവൻ കുടിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും താൽക്കാലികമാണ്. അതുകൊണ്ട് ജീവിതം നല്ലതായിരിക്കുമ്പോൾ അത് ആസ്വദിക്കുകയും പൂർണ്ണമായി സ്വീകരിക്കുകയും ചെയ്യുക. ജീവിതം അത്ര നല്ലതല്ലെങ്കിൽ അത് എന്നേക്കുമായി നിലനിൽക്കില്ലെന്നും നല്ല ദിവസങ്ങൾ വരാനിരിക്കുന്നുവെന്നും ഓർമ്മിക്കുക. ഒരിക്കലും മറ്റുള്ളവരിൽ നിങ്ങളുടെ സന്തോഷം തിരയരുത്. അത് നിങ്ങളെ ഏകാന്തതയിലേക്ക് നയിക്കും. സന്തോഷം നിങ്ങളിൽ തന്നെ തിരയുക. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷം അനുഭവപ്പെടും. വേദന നിങ്ങളെ കൂടുതൽ ശക്തരാക്കുന്നു. ഭയം നിങ്ങളെ കൂടുതൽ ധൈര്യശാലിയാക്കുന്നു. ഹൃദയവേദന നിങ്ങളെ കൂടുതൽ ബുദ്ധിമാനാക്കുന്നു. അതുകൊണ്ട് ഭൂതകാലത്തോട് നന്ദി പറയുക, മികച്ച ഭാവിക്കായി. നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. അവ നിങ്ങളുടെ വാക്കുകളായി മാറുന്നു. നിങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ പ്രവൃത്തികളായി മാറുന്നു. നിങ്ങളുടെ പ്രവൃത്തികളെ ശ്രദ്ധിക്കുക. അവ ശീലങ്ങളായി മാറുന്നു. നിങ്ങളുടെ ശീലങ്ങളെ ശ്രദ്ധിക്കുക. അവ സ്വഭാവമായി മാറുന്നു. നിങ്ങളുടെ സ്വഭാവം ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ വിധിയായി മാറുന്നു. ഒരാളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ അടിസ്ഥാനമാക്കി അയാളുടെ ഭാവി വിലയിരുത്തരുത്. കാരണം കാലത്തിന് കറുത്ത കൽക്കരിയെ തിളങ്ങുന്ന വജ്രമാക്കി മാറ്റാനുള്ള ശക്തിയുണ്ട്. ജീവിതം ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞതാണ്. നല്ല സമയങ്ങളും മോശ സമയങ്ങളും നിറഞ്ഞതാണ്. മുന്നോട്ടു പോകാനുള്ള ശക്തി കണ്ടെത്തുകയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത അധ്യായം അത്ഭുതകരമായിരിക്കുമെന്ന് വിശ്വസിക്കുകയും വേണം. നിങ്ങളുടെ ഭൂതകാലത്തെ ഖേദമില്ലാതെ സ്വീകരിക്കുക. നിങ്ങളുടെ വർത്തമാനകാലത്തെ ആത്മവിശ്വാസത്തോടെ കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ ഭാവിയെ ഭയമില്ലാതെ നേരിടുക. കഴിക്കാനുള്ള ആഹാരവും കിടക്കാനുള്ള വീടും പിന്നെ മനസ്സമാധാനവും ഉണ്ടെങ്കിൽ നീയാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഒരൊറ്റ വാക്കുകൊണ്ട് ഉപേക്ഷിച്ചത് 1000 വാക്കുകൾ കൊണ്ടുപോലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അകലാൻ എളുപ്പമാണ്, അടുക്കാനാണ് പ്രയാസം. മനസ്സിന് താങ്ങാവുന്നതിലും കൂടുതൽ സങ്കടങ്ങളുണ്ടായാൽ നമ്മൾ അറിയാതെ നമ്മൾ മാറിപ്പോകും. ഒന്നുകിൽ ദേഷ്യവും വെറുപ്പുമായി പുറമേ പ്രതിഫലിക്കും, അല്ലെങ്കിൽ മൗനം കൊണ്ട് സ്വയം കീഴടങ്ങും. ഓരോ വേദനകളും ഒരു തിരിച്ചറിവാണ്. തളരാനുള്ള കാരണമാകാതെ വളരാനുള്ള അവസരമാക്കി എടുക്കണം എന്ന തിരിച്ചറിവ്. നമ്മുടെ മുഖത്തു നോക്കി കുറ്റവും കുറവും പറയുന്നവർക്ക് ഒരു പുഞ്ചിരി സമ്മാനിക്കുക. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ മറുപടിയും നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മോട്ടിവേഷനും അതുമാത്രമാണ്. ഒരാൾ നിങ്ങൾക്ക് തരുന്നത് അയാളുടെ സമയമാണ് എന്നിരിക്കട്ടെ. അതിനേക്കാൾ വലിയൊരു സമ്മാനം അയാൾക്ക് ഇനി തരാൻ കഴിയുകയില്ല. ജീവിതത്തിൽ നാം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും പാഴായി പോവില്ല. ഒരുപക്ഷെ നാം ആർക്ക് ചെയ്തുവോ അവരിൽ നിന്ന് ആവില്ല തിരിച്ചു കിട്ടുക. ആരിൽ നിന്നെങ്കിലും ആവാം, പക്ഷെ തിരിച്ചു കിട്ടിയിരിക്കും. പരിഹാസങ്ങളിൽ തളരാതിരിക്കുക. കാരണം പരിഹാസം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവരാണ് പിന്നീട് ഇതിഹാസങ്ങൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചത്. അവസാനിച്ചു പോയ ചില ബന്ധങ്ങളെ പറഞ്ഞു തിരുത്തി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ചുരുട്ടിയെറിഞ്ഞ കടലാസ് പോലെയാണ്. എത്ര നന്നായി നിവർത്താൻ ശ്രമിച്ചാലും ചില ചുളിവുകൾ അവിടെ തന്നെ ഉണ്ടാകും. സൂര്യൻ്റെ ഉദയവും അസ്തമയവും പോലെ നമ്മളും പ്രവർത്തിക്കുക. ശാന്തമായി തുടങ്ങി തീക്ഷ്ണമായി അവസാനിച്ചാൽ നമ്മുടെ ഏതൊരു പ്രവൃത്തിയും മനോഹരമായിരിക്കും. ആളുകൾ നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് സംശയിക്കുമ്പോൾ ആത്മവിശ്വാസം കൈവിടുകയോ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ തരം താഴ്ത്തി കാണുകയോ ചെയ്യരുത്. പകരം ഇതോർക്കുക, ആളുകൾ എപ്പോഴും സ്വർണത്തെയാണ് അതിൻ്റെ പരിശുദ്ധി ചൊല്ലി സംശയിക്കുന്നത്, അല്ലാതെ ഇരുമ്പിനെയല്ല. ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ഒരു റോളുണ്ട്. ചിലർ നിങ്ങളെ പരീക്ഷിക്കും, ചിലർ നിങ്ങളെ ഉപയോഗിക്കും, ചിലർ നിങ്ങളെ സ്നേഹിക്കും, ചിലർ നിങ്ങളെ പഠിപ്പിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടവർ നിങ്ങളുടെ ഏറ്റവും നല്ല വശങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ആളുകളാണ്. ഉയർച്ച താഴ്ചകൾക്കിടയിലും അത്ഭുതകരമായി എന്തെങ്കിലും നന്മകൾ സംഭവിക്കാൻ പോകുന്നുവെന്ന് എപ്പോഴും വിശ്വസിക്കുക. എത്ര ചെറിയ കാര്യങ്ങളെയും വിലമതിക്കുക. നിങ്ങൾ ശരിക്കും സ്നേഹിക്കുന്നവരെ പുഞ്ചിരിയോടെ ഒന്ന് ചേർത്തണയ്ക്കാൻ മറക്കാതിരിക്കുക. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതിനേക്കാൾ നമ്മൾ അവരുടെ ബഹുമാനം നേടാനാണ് ശ്രമിക്കേണ്ടത്.
അതിനായി ഒഴിവ് കഴിവുകൾ പൂർണ്ണമായി ഒഴിവാക്കി ഓരോ നിമിഷവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വ്യാജ സുഹൃത്തുക്കൾ നിഴലുകൾ പോലെയാണ്. അവർ നിങ്ങളെ സൂര്യനിൽ പിന്തുടരുന്നു, പക്ഷേ നിങ്ങളെ ഇരുട്ടിൽ ഉപേക്ഷിക്കുന്നു. നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ അവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത്. പലരും നിങ്ങളെ വെറുക്കുന്നതിൻ്റെ പ്രധാന കാരണം അവർ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്കൊപ്പം എത്താനുള്ള ആഗ്രഹം സാധിക്കാത്തതിനാലാണ്. അഹങ്കാരം മറ്റുള്ളവരെ താഴ്ത്തി സന്തോഷം കണ്ടെത്തുന്നു. സംസ്കാരം സ്വയം താഴ്ന്ന് സന്തോഷം കണ്ടെത്തുന്നു. നമുക്കുള്ളത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. എല്ലാവർക്കുമുള്ളത് നമുക്കും ഉണ്ടാകണമെന്നില്ല. അതിനാൽ ഒരാളുടെ ഇല്ലായ്മയെ പരിഹസിക്കാൻ നാം ആരുമല്ല. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. കാരണം അനന്തരഫലങ്ങൾ നേരിടേണ്ടതും നമ്മൾ തന്നെയാണ്. അറിവ് മാത്രമാണ് ഒരു വ്യക്തിയെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്താൻ സഹായിക്കുന്നത്. അതിനാൽ ഭാവി ജീവിതത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ് വിദ്യാഭ്യാസം എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കാൻ ആരും ഇല്ലാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും ശക്തനാകുന്നത്.